സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഊട്ടി യാത്രയുടെ 3-ാം ദിവസം. പൈൻ ഫോറസ്റ്റ്, പൈക്കാര ഡാം, പൈക്കാര വാട്ടർഫാൾസ്, പിന്നെ റോസ് ഗാർഡൻ. ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ. കോടമഞ്ഞും മഴമേഘവും വന്ന് അപ്പുറത്തെ മലനിരകൾ കാണാൻ പറ്റാത്ത വിധം മൂടി. ഞങ്ങൾ താമസിച്ച വില്ലയുടെ ഗേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. കോടമഞ്ഞ് കൂടിക്കൂടി വന്ന് അടുത്തുള്ള കാഴ്ചകൾ പോലും കാണാൻ പറ്റാതാവുന്നു. പൈൻ ഫോറസ്റ്റും റോസ് ഗാർഡനിലുമൊക്കെ പോകുന്നതിന് പുറമെ കുറച്ച് ചോക്ലേറ്റിൻ്റെ പർച്ചേസും കൂടി ഉണ്ടെന്ന്. ആദ്യം പൈൻ ഫോറസ്റ്റിലേക്കാണ് യാത്ര. റോഡിന് ഇരുവശവും നിൽക്കുന്നത് യൂക്കാലി മരങ്ങളാണ്. താളവട്ടം, കിലുക്കം തുടങ്ങി ഒരുപാട് മലയാള സിനിമകളുടെ ലൊക്കേഷനാണ് ഊട്ടി. എവിടെ നോക്കിയാലും പച്ചപ്പ്, തടാകങ്ങൾ, പൂച്ചെടികൾ. ഒരു ലേക്ക് കണ്ടോ? ഈ ലേക്കിന് തീരത്താണെന്ന് തോന്നുന്നു പൈൻ ഫോറസ്റ്റ്. ഊട്ടി ഗുണ്ടൽപേട്ട് ഹൈവേ ആണിത്. നല്ല മനോഹരമായ കാഴ്ചകളാണ്. സാന്റിനെല്ല തടാകത്തിൻ കരയിലാണ് ഊട്ടി പൈൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. പൈൻ ഫോറസ്റ്റിനടുത്തെത്തി. ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങളാണിവ. ഇതാണ് പൈൻ ഫോറസ്റ്റ്. കേരളത്തിൽ വാഗമണ്ണിൽ പൈൻ ഫോറസ്റ്റ് ഉണ്ട്. മഴയുണ്ട്, ചെളിയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നി വീഴും. സ്കൂളുകളിലും കോളേജുകളിലും ടൂർ സീസൺ ആയതുകൊണ്ട് കേരളത്തിൽ നിന്നടക്കം ടൂർ വന്ന വിദ്യാർത്ഥികളെ ധാരാളം കാണാം. നല്ല തണുപ്പുമുണ്ട്. പൈൻ ഫോറസ്റ്റിൻ്റെ പല ഭാഗത്തേക്ക് നടന്നു പോകുന്ന രീതിയിൽ നടപ്പാതയും പടികളും ഉണ്ടായിരുന്നെങ്കിൽ തെന്നി വീഴില്ലായിരുന്നു. സാന്റിനെല്ല തടാകമാണിത്. ഇവിടെയും നല്ല തിരക്കാണ്. ഈ പൈൻ മരങ്ങൾക്കിടയിലൂടെ കുതിരസവാരിയും നടത്താം. അതിനുള്ള കുതിരകളാണ് ഈ നിൽക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം. പ്രവേശന ഫീസ് 30 രൂപ. സ്റ്റിൽ ക്യാമറയ്ക്ക് 30, വീഡിയോ ക്യാമറയ്ക്ക് 100. ഇവിടവും ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ ആയിരുന്നു. ടൂർ വന്ന വിദ്യാർത്ഥികളുടെ നല്ല തിരക്കാണ്. ലേക്കിൻ്റെ അങ്ങേയറ്റത്തെ ദൃശ്യം ഒന്ന് കാണാം. നല്ല പുൽത്തകിടിയുള്ള ഒരു കുന്നിൻ ചെരുവ് കാണുന്നു. അവിടെയും പൈൻ മരങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ. അടുത്തത് പൈക്കാര ഡാമിനടുത്തേക്കും ഷൂട്ടിംഗ് സ്പോട്ടിലേക്കുമാണ് പോകുന്നത്. കാമരാജ് ഡാമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഇറങ്ങുന്നില്ല. തിരുമണി മുത്താർ നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇറിഗേഷൻ പ്രോജക്റ്റാണ്. ഡാമിലേക്ക് രാവിലെ 9 മണി മുതൽ 6 മണി വരെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഡാമിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള സൗകര്യം ഉണ്ട് എന്നാണ് അറിഞ്ഞത്.
ആകാശം അല്പം തെളിഞ്ഞിട്ടുണ്ട്. ചെറിയ വെയിലും വന്നിട്ടുണ്ട് ഇപ്പോൾ. വീണ്ടും വെയിൽ പോയി. കോടമഞ്ഞ് കേറി വരുന്നുണ്ട്. ഒടുവിൽ ഞങ്ങൾ പൈക്കാര ഡാമിനടുത്തെത്തി. ഡാമിന് പുറമെ പൈക്കാര വാട്ടർഫാൾസ്, പൈക്കാര ബോട്ട് ഹൗസ് എന്നിവയാണ് ഇവിടുത്തെ ആകർഷണങ്ങൾ. ഇതാണ് പൈക്കാര ഡാം. പൈക്കാര ഡാമിന് മുന്നിൽ നിന്നുള്ള ദൃശ്യം. പഴയ പാലത്തിൻ്റെ തൂണുകളിൽ കുരങ്ങന്മാർ ഇരിക്കുന്നത് കണ്ടോ? നമ്മൾ ഡാം കാണാൻ വന്ന് ഡാമിലേക്ക് നോക്കുന്നത് പോലെ കുരങ്ങന്മാരും ഡാമിലേക്ക് നോക്കിയിരിക്കുകയാണ്. അടിപൊളി ദൃശ്യം. ഡാമിൽ നിന്നുള്ള വെള്ളം ഒഴുകി പോകുന്നത് കണ്ടോ? കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഡാമിൽ നോക്കിയിരിക്കുന്നത്? സാധാരണ മനുഷ്യരിൽ നിന്നും ഭക്ഷണം ലഭിക്കും എന്ന് കരുതി അടുത്തേക്ക് വരികയാണ് പതിവ്. ഡാമും പരിസരവും. ഒരു കുട്ടിക്കുരങ്ങനും ഉണ്ടല്ലോ. എല്ലാവരും തണുപ്പത്ത് ചൂട് പിടിച്ചിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഇതാണ് പഴയ പാലം. ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. ഇതിൻ്റെ തൂണിൽ കുരങ്ങന്മാർ. പൈക്കാര നദി. കോടമഞ്ഞ് വരുന്നത് കണ്ടോ? അടിപൊളി. വീണ്ടും മഴ പെയ്തു തുടങ്ങുന്നു. മഴ കാരണം പൈക്കാര വാട്ടർഫാൾസും ബോട്ട് ഹൗസും ഉപേക്ഷിക്കേണ്ടി വന്നു. മഴ മാത്രമല്ല, നല്ല തിരക്കുമാണ്. ഫാമിലിയുമായിട്ടാണല്ലോ ഈ യാത്ര, അതുകൊണ്ട് തിരികെ വരികയാണ്. മഴയും മൂടൽമഞ്ഞും നല്ല തണുപ്പും.
മഴ കാരണം ഊട്ടിയിലെ പല കാഴ്ചകളും ഉപേക്ഷിക്കേണ്ടി വന്നു. ഷൂട്ടിംഗ് സ്പോട്ടും ഉപേക്ഷിക്കേണ്ടി വരും. അത് തുറസായ പുൽമേടാണ്. ധാരാളം സിനിമകളുടെ ലൊക്കേഷനുമായിരുന്നു അത്. ഈ മരങ്ങളുടെയും പച്ചപ്പിൻ്റെയും ഇടയിലൂടെ സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ്. ഷൂട്ടിംഗ് സ്പോട്ടിലെ ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് ഇടതുവശത്ത്. മഴയാണ്, നല്ല കോടമഞ്ഞ്. ഷൂട്ടിംഗ് സ്പോട്ടും ഉപേക്ഷിച്ചു. തിരികെ ഊട്ടി പട്ടണത്തിലേക്ക് ഉച്ചയൂണ് കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഊട്ടി പട്ടണം ദൂരെ കണ്ടു തുടങ്ങി. ഊട്ടി ഗുണ്ടൽപേട്ട് ഹൈവേ തന്നെയാണിത്. ഊട്ടി മുനിസിപ്പാലിറ്റി ഏരിയയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ വെൽക്കം ബോർഡാണ് ഇടതുവശത്ത് കാണുന്നത്. ക്യൂൻ ഓഫ് ഹിൽസ്, കുന്നുകളുടെ രാജ്ഞി. നല്ല കാഴ്ചകൾ. ഊട്ടി ടൗൺ എത്തി. ഈ ഇടതുവശത്ത് കാണുന്നത് യൂണിയൻ ചർച്ച്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണിത്. ഊട്ടിയിലെ ഏറ്റവും പഴക്കം ചെന്ന ചർച്ചുകളിൽ ഒന്നാണിത്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് റോസ് ഗാർഡനിലേക്ക് യാത്ര തിരിച്ചു. എല്ലാ വർഷവും മെയ് മാസത്തിൽ ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഫ്ലവർ ഫെസ്റ്റിവൽ ഉണ്ട്. ഗംഭീരമാണെന്നാണ് അറിഞ്ഞത്. ആ സമയത്ത് ഊട്ടിയിൽ നല്ല തിരക്കാണ്. ഊട്ടി റോസ് ഗാർഡൻ സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം മാർച്ച് മുതൽ ജൂൺ വരെയാണ്. നിറയെ പൂക്കൾ കാണും. ഇപ്പോൾ അതായത് നവംബറൊക്കെ ഓഫ് സീസണാണ്. ഊട്ടി സന്ദർശിക്കുന്നവർ ഈ സീസണുകളൊക്കെ പരിഗണിച്ച് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. 40 രൂപയാണ് മുതിർന്നവർക്കുള്ള പ്രവേശന ഫീസ്. കുട്ടികൾക്ക് 20, സ്റ്റിൽ ക്യാമറയ്ക്ക് 20, വീഡിയോ ക്യാമറയ്ക്ക് 100. റോസ് ഗാർഡനിലേക്ക് പ്രവേശിച്ചു. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെയാണ് പ്രവേശന സമയം. കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു, ചെടികൾ മാത്രമേ ഉള്ളൂ, പൂക്കളില്ല, ഓഫ് സീസണാണ്. ആ ദൂരെ കാണുന്ന ചുവന്ന ബിൽഡിംഗ് തമിഴ്നാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ ഊട്ടി ക്യാമ്പസാണ്. യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോയമ്പത്തൂരും. ചെടികളിലൊന്നും പൂക്കളില്ല. സീസണിലായിരുന്നുവെങ്കിൽ നിറയെ പൂക്കൾ ഉണ്ടാകുമായിരുന്നു. തമിഴ്നാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് റോസ് ഗാർഡൻ. 4 ഹെക്ടർ സ്ഥലത്താണ് റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നിളമാടം, ഒരു ഒബ്സർവേഷൻ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്നാൽ ടൂറിസ്റ്റുകൾക്ക് ഈ റോസ് ഗാർഡൻ്റെ മുഴുവൻ ഭാഗവും കാണാം. ഈ റോസ് ഗാർഡൻ്റെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും ഇമ്പോർട്ടൻ്റായ ബോർഡാണ് ഈ കാണുന്നത്. ദി ലാംഗ്വേജ് ഓഫ് റോസസ്, റോസാപ്പൂവിൻ്റെ ഭാഷ. പഴയ വലിയ ലോക നേതാക്കൾ ഉൾപ്പെടെ അവരുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഒരു റോസാപ്പൂവ് വയ്ക്കുമായിരുന്നു.
അതുപോലെ പ്രണയം അറിയിക്കുന്നതിന് റോസാപ്പൂവാണല്ലോ ഉപയോഗിക്കുന്നത്. ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ റോസാപ്പൂവ് അതിൻ്റെ ഇടതുവശത്ത് വയ്ക്കുന്നതിനും വലതുവശത്ത് വയ്ക്കുന്നതിനും പ്രത്യേകം അർത്ഥമുണ്ട്. അതുപോലെ ഒരുപാട് ആശയങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും റോസാപ്പൂ ഉപയോഗിക്കും. ലോകത്തിലെ ഏറ്റവും നല്ല 35 റോസ് ഗാർഡനുകളിൽ ഒന്നാണ് ഈ റോസ് ഗാർഡൻ. വേൾഡ് ഫെഡറേഷൻ ഓഫ് റോസ് സൊസൈറ്റിയുടെ ഗാർഡൻ ഓഫ് എക്സലൻസ് അവാർഡ് ഫോർ സൗത്ത് ഏഷ്യ അവാർഡ് ഈ റോസ് ഗാർഡനിൽ ലഭിച്ചിട്ടുണ്ട്. ഇരുപതിനായിരത്തോളം വെറൈറ്റി റോസ് ചെടികൾ ഈ ഗാർഡനിൽ ഉണ്ട്. ഈ ടെറസ് മോഡലിൽ ഗാർഡൻ സജ്ജീകരിച്ചതും ഇത്രയധികം വെറൈറ്റി ചെടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചതുമെല്ലാം എത്ര വലിയ ടാസ്ക് ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക. ഊട്ടിയിലെ എൽക്ക് മലയുടെ ചെരുവിൽ വിജയനഗരം എന്ന സ്ഥലത്താണ് റോസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. മഴയാണ്. ഊട്ടി ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് റോസ് ഗാർഡൻ നിർമ്മിച്ചത്. മെയ് 20 അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജെ ജയലളിതയാണ് ഉദ്ഘാടനം നടത്തിയത്. മിനിയേച്ചർ റോസ്, റാംബ്ലർ, ഹൈബ്രിഡ് ടീ റോസ്, പോളിയന്താസ് തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന വെറൈറ്റി റോസ് ചെടികൾ. ബ്ലാക്കും ഗ്രീനും റോസ് ഇവിടെയുണ്ടെന്ന് പറയപ്പെടുന്നു. ബ്ലാക്ക് റോസ് എന്നാൽ വളരെ ഡാർക്ക് ആയിട്ടുള്ള റെഡ് റോസ് തന്നെയാണ്. അത് ഹൈബ്രിഡ് ആണ്, നാച്ചുറൽ അല്ല. ഗ്രീൻ റോസും അസാധാരണമായ നിറമാണ്. ഈ കാണുന്നത് ഊട്ടി റേസ് കോഴ്സ് ആണ്, കുതിരപ്പന്തയം നടന്നിരുന്ന സ്ഥലം. ആ വെള്ള ഫെൻസിങ് പൊളിഞ്ഞ് പുല്ലൊക്കെ കാട് പിടിച്ച് കിടക്കുന്നത് കണ്ടോ? ഈ അടുത്ത കാലത്തൊന്നും കുതിരപ്പന്തയം നടന്ന ലക്ഷണമില്ല. റോസ് ഗാർഡനിൽ നിന്നും യാത്ര തിരിച്ചു. യൂക്കാലി മരങ്ങളുടെയും പൈൻ മരങ്ങളുടെയും ഇടയിലൂടെയാണ് യാത്ര. ഊട്ടിയിൽ വന്ന ശേഷം ഒരു 15 തവണയെങ്കിലും ഈ യൂണിയൻ ചർച്ചിന് മുന്നിലൂടെ പോയിട്ടുണ്ട്. ഹോളി ട്രിനിറ്റി CSI ചർച്ചാണിത്. 1858 പണി കഴിപ്പിച്ചത്. 2008 150ാം വാർഷികം ആഘോഷിച്ചു. ഈ കാണുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്. 1831 ഇത് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തു. 150 വർഷത്തിലധികം പഴക്കം. അടുത്തതായി കുറച്ച് ചോക്ലേറ്റ് വാങ്ങാൻ സുജി സൂര്യ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ്. അടിപൊളി ചോക്ലേറ്റ് കിട്ടും അവിടെ. ക്യാഷ് അയച്ചു കൊടുത്താൽ ചോക്ലേറ്റ് വീട്ടിലേക്ക് അവർ അയച്ചു തരികയും ചെയ്യും.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.